Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partner TTK Prestige, GRB Ghee and Prillil. നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് സെഷനിൽ നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് വിളിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നമ്മളെ എപ്പോഴും പോകുന്ന സ്ഥലത്തൊക്കെ ഭക്ഷണമൊക്കെ കാണിച്ച് നമ്മളെല്ലാവരെയും കൊതിപ്പിക്കുന്ന ആളാണ്. ഒത്തിരി എന്താ പറയുക, സിനിമാ നടന്മാരെയും ആർട്ടിസ്റ്റുകളെയും ഒക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തും നമ്മളെ കാണിച്ച് കൊതിപ്പിക്കുന്ന ഒരാളാണ്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഫുഡ് ഹണ്ടർ സാബു. കളറായി അതെ, എല്ലാ കളറും ഉണ്ട്. ശരി ചേട്ടാ, ഞാനിവിടെ ഫുഡ് ഹണ്ടർ സാബു എന്നാണ് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചേട്ടന്റെ ഒറിജിനൽ പേര് അതല്ലല്ലോ? അല്ല, ശരിക്കും പേര് ഉമ്മർ സാബു എന്നാണ്. പക്ഷെ ഫുഡ് ഹണ്ടർ സാബു എന്നാണ് ഇപ്പൊ എല്ലാവരുടെ ഇടയിൽ അറിയപ്പെടുന്നത്. അത് മതി, നമുക്കത് മതിയല്ലോ. അതെ, ഓണൊക്കെ എവിടെ വരെയായി? ഓണം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ ഓണത്തിന്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളറാണ്. നമുക്ക് വേണ്ടിട്ട് എന്താണെന്ന് കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്? വളരെ സിമ്പിൾ ആയിട്ട്, സദ്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഈ സദ്യക്കെന്നല്ല, അല്ലാണ്ട് പലർക്കും അറിയുന്നുണ്ടാവില്ല ഇത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. നമ്മള് ബീട്രൂട്ട് പച്ചടിയാണ്. മീനാക്ഷിക്ക് അറിയുന്നുണ്ടാവും, ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. എനിക്ക് ഇഷ്ടമുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് ഉണ്ടാക്കാം. സിമ്പിൾ. ബീട്രൂട്ട് പച്ചടിക്ക് എന്തായാലും ബീട്രൂട്ട് വേണം. പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ സമയത്തിന്റെ ഒരു കുറവ് കാരണം. അതായത് തേങ്ങ, ഉപ്പ്, പച്ചമുളക് ചേർത്തിട്ട് നമ്മൾ ഒരു അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈരാണ് വേണ്ടത്. അത് കഴിഞ്ഞ് താളിക്കാനുള്ളത് വറ്റൽമുളക്, കടുക്, കറിവേപ്പില. ഓക്കെ, മതി. വെള്ളം, ഓയിൽ. തുടങ്ങാം. അടുത്തത് കത്തിക്കാൻ പേടിയുണ്ടല്ലേ? കത്തിച്ച് വലിയ ശീലമല്ല. ഇടാം. നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഇടാം. അതെ, ബീട്രൂട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയാം. ചോപ്പ് ചെയ്ത് വെക്കാം അല്ലേ? ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം. നമ്മൾ ഉപ്പിട്ട് വെള്ളം ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം. ഉമ്മ അടിപൊളി കുക്കാണോ? ഉമ്മ ഭീകരമായിട്ട് കുക്ക് ചെയ്യും വീട്ടില്. കാരണം എന്റെ ചെറുതില് പൊറോട്ട വരെ എന്റെ ചെറുതില് വീട്ടിലുണ്ടാവും. പൊറോട്ട, സമൂസ, ബിരിയാണി. ഗ്രാൻഡ് ഫാദറിന് പുറത്ത് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, പുറത്ത് ദുബായില് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ കുറെ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദർ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഉമ്മ അത് പഠിച്ച് എക്സ്പേർട്ടായി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പൊ പൊതുവേ ചേട്ടൻ വേറെ ഹോട്ടലുകളിൽ അല്ല റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോ ഉമ്മയുടെ ഫുഡ് വെച്ചിട്ടാണോ മറ്റു ഫുഡുകളെ വിലയിരുത്താറ്? ഇല്ല, അതൊരിക്കലും നമുക്ക് പറ്റില്ല. നമുക്ക് അടച്ചു വെച്ചാലോ, നമുക്ക് ഒരിക്കലും അങ്ങനെ. ഈ ഹോം കുക്കിംഗ് വേറെയാണ്, അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് ഫുഡ് വേറെയാണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഡിഷ് ഉണ്ടാക്കാൻ എന്തോരം സമയം എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്നു, നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം. പക്ഷേ റെസ്റ്റോറന്റ് ഭക്ഷണം രുചി കൂടിയോണ്ടാണല്ലോ നമ്മൾ പുറത്തു പോയിട്ട് കൂടുതൽ കഴിക്കുന്നത്. വീട്ടിൽ കഴിക്കുന്നത് അപ്പൊ അവിടുന്ന് അതിനേക്കാൾ റെസ്റ്റോറന്റ് അമ്മയുടെ ഭക്ഷണമല്ലേ നല്ലതെന്ന് പറഞ്ഞേ? ഞാൻ നേരത്തെ ഒരു സാധനം കഴിച്ചായിരുന്നു ചേട്ടാ, അതെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, രസമുള്ള ഒരു കറിയായിരുന്നു. പേര് നമുക്ക് വേണമെങ്കിൽ പുതിയത് ഇടാം. രുചി ഉണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. ഇത് ഞാൻ പൈസ കൊടുത്തൊന്നും പറയിപ്പിച്ചല്ലോ കേട്ടോ ചേട്ടൻ. തന്നെ പ്രൊമോഷന്റെ ഭാഗമല്ല, ആരും അങ്ങനെ തെറ്റില്ല. പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോകുമ്പോ തന്നാ മതി. തരുമോ? നമുക്ക് ഒന്നുകൂടെ പൊക്കി പറയാം. മീനാക്ഷിയുടെ ഫേവറേറ്റ് ഭക്ഷണം എന്താ? ഫേവറേറ്റ് ഭക്ഷണം മീൻകറി. തേങ്ങ അരച്ച് വെച്ചിട്ട് മാങ്ങയിട്ട മീൻകറി. മാങ്ങയിട്ടും മുരിങ്ങയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ്റെ ഒരു കറി. ഞാൻ മാങ്ങയും മുരിങ്ങയിട്ടൊരു അസാധ്യ കറിയായിരുന്നു. ഞാൻ അത് ആലപ്പുഴ വരുമ്പോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഒരുതാണ് കഴിച്ചത്. ഇനി അടുത്ത പ്രാവശ്യം എന്റെ വീട്ടിൽ കയറും, അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം. കാര്യമായിട്ട് വിളിച്ചാണ് വീട്ടിലോട്ട് ഞാൻ വരും. ഫോർമാലിറ്റി ഇല്ല, ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും പോരെ. ഇത്രയും പേര് സാക്ഷി ഉണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്താലോ? അതെ, അരപ്പ് ചേർത്തു. ഈ അരപ്പ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളതിനകത്ത് പച്ചമുളകും ഉപ്പും തേങ്ങ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ? പച്ചമുളക് ഉപ്പും തേങ്ങ. ചിലവർ ഇതിന് പല വേരിയേഷൻ ഉണ്ട്. ചിലവർ ഇതിന് ചെറിയ ഉള്ളി ഇടുന്നതാണ്, ചിലവർ അതുപോലെ ഇഞ്ചി ഇടും. പിന്നെ നല്ല ജീരകം എന്ന് പറയൂല്ലേ, ചെറിയ ജീരകം, അത് ഇടും. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്താണ്. ഒരു വേഗം പാകത്തിന് മാത്രം. തേങ്ങ ഒരു ചൂട് തട്ടാന്നുള്ളൂ, അല്ലാതെ അത്ര കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഭയങ്കര ബോയിൽ ചെയ്തില്ല. നമ്മള് വീട്ടിൽ ചെറിയത് കഷ്ണമാണ്. ഗ്രേറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അങ്ങ് കുക്കായി കിട്ടും.
മാഷ് ചെയ്തതാണെങ്കിലും ഓക്കെ ആണ്. മാഷ് ചെയ്ത് ചെയ്യാം. ബോയിൽ ചെയ്തിട്ട് പിന്നെ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാം. നമ്മൾ ഓഫ് ചെയ്യുന്നു. നിങ്ങൾ തൈര് ഒഴിക്കും. തൈര് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലേ? ഇനിയുള്ള ലാസ്റ്റ് പരിപാടി താളിക്കലാണ്. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായി കട്ട് ചെയ്യുക ചെയ്ത്. നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ ഒന്നും കൂടെ ഉടനെ ഭയങ്കര ചാറ് പോലെയുള്ളത് കിട്ടും. ഇത് കുറച്ച് നമ്മൾ ചെറിയത് അരിഞ്ഞുകൊണ്ട് ആ ഒരു വൈറ്റ് കിട്ടുന്ന പോലെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് താളിച്ചാലോ? ഇവനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിത് അതിഥിയുടെ വെളിച്ചെണ്ണയുണ്ട്. അതിഥിയുടെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പച്ചടി താളിച്ചൊഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് താളിക്കാം അല്ലേ? അതെ. എണ്ണയുടെ അളവ് നോക്കിയിട്ട് മതി. ഓക്കെ. അടുത്ത നമുക്ക് എന്താ ഇടാം? കടുക് പൊട്ടട്ടെ അല്ലേ? കടുക് എന്തിനാ നമ്മൾ എണ്ണയിലിട്ട് പൊട്ടിക്കണേ? വെള്ളത്തിലിട്ടാ പൊട്ടൂലല്ലോ, അതുകൊണ്ട് എണ്ണയിലിട്ട് പൊട്ടിക്കണു. എങ്ങനെയുണ്ട്? എന്റെ പൊന്നു, നല്ല ആളോടാ ഞാൻ ചോദിച്ചെന്റെ ഭാഗത്താണ് തെറ്റ്. അല്ല, ഞാനിത് കടുക് എന്തായാലും പൊട്ടണമല്ലോ, കടുക് കടിക്കാൻ കിട്ടൂലേ? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്ന് അറിയോ? കടുക് സ്വയം പൊട്ടാത്തോണ്ടാണ്. എനിക്ക് അടുത്ത ആളോട് ഇത് പറയാം. അടുത്ത ആളോട് വയ്ക്കുമ്പോ നമുക്ക് നല്ല സാധനം പറയാം. അത് കടുക് പൊട്ടിത്തെറിക്കുന്നു. നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊന്നുമില്ല, കുറച്ച് കൊടുക്കാം. കറിവേപ്പില ഉണ്ട്. കരിവേപ്പില ഏറ്റവും സത്യന് ഇഷ്ടമാണോ കരിവേപ്പില? താളിച്ച് വയ്ക്കുന്നതിന് ഭയങ്കര മണാട്ടോ. അടുത്ത പരിപാടി നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം അല്ലേ? നല്ലതാ. തൈരിന്റെ ഇച്ചിരി പുളിയുണ്ട്. തൈരിന്റെ പുളിയുണ്ട്. പുളിയുള്ള തൈരാണ് കിട്ടിയത്. ശരിക്കും നമുക്ക് ഒട്ടും പുളിയില്ലാത്ത തൈരും പറ്റില്ല, നല്ല പുളിയുള്ള തൈരും പറ്റില്ല. അപ്പോഴേ ഉള്ളൂ. ഇതാ തൈരിന്റെ പുളി ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ വേറെ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ തൈര് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത്. പക്ഷെ എനിക്ക് ഇത്രയും പുളിയുള്ളത് അത്ര വലിയ താല്പര്യം ഇല്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വളരെ എനിക്ക് ഇത്ര പുളികളൊന്നും പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കഴിച്ചോട്ടെ. എന്റെ പുളിശ്ശേരിയൊക്കെ ഞാനിവിടെ എല്ലാരും കൊണ്ട് കഴിപ്പിച്ചു. വഴിയെ പോണവരൊക്കെ വിളിച്ചൊക്കെ കഴിപ്പിച്ചു. എല്ലാരും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഹതഭാഗ്യരാണോ? വേറൊരു വഴിയില്ലാത്തോണ്ട് അല്ല, നേരത്തെ പൊക്കി പറഞ്ഞ എനിക്ക് എന്തൊക്കെയോ തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് തരാം. ഗിഫ്റ്റ് എവിടെ? വരട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്, കൊണ്ടൊക്കെ. കുറച്ചുകൂടെ പൊക്കി പറയാറുണ്ട്. ഇത് അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് കേക്കോ? ഞാൻ ആദ്യമായിട്ടാണ് ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു കേക്ക്. അതിഥിയുടെ ഗിഫ്റ്റ് ഹാമ്പറിന്റെ അകത്ത് കുറെ ഇവരുടെ കുറെ പുഡിംഗും ഒക്കെ ഉണ്ട്. ചോദിക്കുന്നില്ലല്ലോ? ഇല്ലില്ല, ആരെങ്കിലും ചോദിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും കിട്ടിയത്, ആരും കഴിട്ട് വരാൻ സമ്മതിക്കരുത്. അത്രേ ഉള്ളൂ. ഇത് സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം. അതെ, കുറച്ച് വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. കണ്ടോ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഞാൻ പറഞ്ഞേ, അതെ, എല്ലാം തന്നെ വിടുള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാ കുറെ സാധനങ്ങളുണ്ട്. ശരി, അപ്പൊ ഓണം എല്ലാ കളറായിട്ട് ഇട്ട ഷർട്ട് പോലെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ടാവട്ടെ ഓണത്തില്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം അല്ലേ? പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, കോ പവർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee and Prillil. ചെറിയൊരു ബ്രേക്ക്. പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, കോ പവർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige and GRB Ghee and Prillil. നമ്മുടെ കുക്കിംഗ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും ഗെയിം സെഷനിലേക്ക് കിടക്കാണ്. നമ്മുടെ ഈ ഗെയിം വളരെ ഒരു സ്പെഷ്യൽ ഗെയിമാണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെ ഇത് കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഈ സീസണിലെ സൂപ്പർ ഹിറ്റ് ഗെയിമാണ്. അതായത് അവിടെ കുറച്ച് സ്ട്രോസ് ഇരിക്കുന്നുണ്ട്. ആ സ്ട്രോയിൽ നിന്ന് ഓരോ സ്ട്രോ വീതം എടുത്തുകൊണ്ട് ബോട്ടിൽ ഇടാന്നുള്ളത് ഗെയിമുള്ളൂ. പക്ഷെ അത് കൈകൊണ്ട് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ടാസ്ക്. അതായത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗെയിം. ഓക്കെ, കൈ കൊണ്ടെടുത്തിട്ട്
മൂക്കിന്റെ ചുണ്ടിന്റെ ഇടയിലെ ഗ്യാപ്പിൽ വെച്ചിട്ട് അത്രേ ഉള്ളൂ. 90 സെക്കൻഡ്സ് ആണ് സമയം. ഏറ്റവും കൂടുതൽ സ്ട്രോസ് ബോട്ടിലുള്ളിലാക്കുന്ന ആളാണ് വിജയാവ. റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈഡി കൊടുക്കാൻ ചേട്ടന്. തിരിഞ്ഞെന്ന് വെക്കണേ ചേട്ടാ, തിരിഞ്ഞെന്ന് വെക്കേ. ഇല്ല അത് വഴിന്ന് പിടിക്കാൻ പറ്റില്ല. ലോക്ക് ചെയ്ത് വെച്ചോ, ചുണ്ടിന്റെ മൂക്കിന്റെ ഇടയിൽ ലോക്ക് ചെയ്ത് വെക്കണം. പോട്ടെ. ഓ പോയി. കുഴപ്പമില്ല. അടുത്തെടുത്തോ. നല്ലൊരു കൈഡി കൊടുക്കാൻ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ചേട്ടന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ചേട്ടൻ മീശയുള്ളതൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല. നല്ലൊരു കൈഡി കൊടുക്കാൻ ട്രൈ ചെയ്യൂ. മീശ ഒരു ടാസ്കാ. പക്ഷെ ഇല്ല, മീശ ഉള്ളവരെ കൊണ്ട് ഞങ്ങൾ ഗെയിം കളിപ്പിച്ചിട്ടുണ്ട്. മീശ ടാസ്കായല്ലേ? കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഓക്കെ, ഇനി ആരാണ് ഈ ഗെയിം കളിക്കാൻ ഉണ്ട്? വാ, എന്താ പേര്? ബദ്രിനാഥ്. ടൈം സ്റ്റാർട്ട്സ് നൗ. നേരെ നിന്നിട്ട് ചെയ്യണേ. ആ യെസ്. ബോട്ടിലിനുള്ളിലാക്കുക. കുഴപ്പമില്ല. വേഗം ആയിക്കോട്ടെ. 90 സെക്കൻഡ്സ് ആണ് നമ്മുടെ സമയം. കുഴപ്പമില്ല. അവിടെ എത്തുമ്പോൾ ലോക്ക് വിടാതിരുന്നാൽ മതി. വേഗം പൊക്കോ. 90 സെക്കൻഡ്സ് ആണ്. സ്പീഡില്. യെസ്. നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ. ഒരു സ്ട്രോ ബോട്ടിലാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. വേഗം. 90 സെക്കൻഡ്സ് ആണ് സമയം. നല്ലൊരു കൈഡി കൊടുക്കാം. അടിപൊളി. അത് തന്നെ. ട്രാക്കിലേക്ക് ആളൊന്ന് പതുക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അവിടെ എത്തുമ്പോൾ അങ്ങനെ വിട്ട് കളയല്ലേ. ബോട്ടിലുള്ളിലേക്ക് പോയി നടന്നിട്ടേ വിടാവുള്ളൂ. കുഴപ്പമില്ല. പോട്ടെ. 90 സെക്കൻഡ്സ് ആണ്. വേഗം വീട് അടുത്തെത്തുമ്പോൾ ആവേശം കയറിയിട്ട് വിടരുത്. ഫുള്ള് ബോട്ടിലേക്ക് പോയിട്ട്. ഓക്കെ, അടിപൊളി. 5 4 3 2 1 0. കുഴപ്പമില്ല, അത് നമുക്ക് കൊടുത്തേക്കാം. 6 സ്ട്രോസ് ആണ് ബോട്ടിലാക്കിയിട്ടുള്ളത്. നല്ലൊരു കൈഡി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ആളിലേക്ക് കിടക്കണം. അടുത്ത ആരാ ധൈര്യത്തോടെ വരാൻ പോകുന്നത്? എന്താ പേര്? റംഷാദ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പിള്ളേർക്ക് ഈ ഗെയിം പ്രശ്നാ, എനിക്കറിയാം. പ്രത്യേകിച്ച് മീശുള്ളവർക്ക് ഭയങ്കര പ്രശ്നാ. നല്ലപോലെ എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. അങ്ങനൊന്നും പറ്റില്ല. അപ്പഴാ ഇല്ല, പക്ഷെ മീശുള്ള ചെക്കന്മാര് ഗെയിം കളിച്ചിട്ടുണ്ട്, മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ ട്രൈ ചെയ്യാൻ വന്നതല്ലേ, നോ പ്രോബ്ലം. യെസ്. ഒന്ന് ലോക്ക് ചെയ്ത് വെക്കേണ്ട പാടേ ഉള്ളൂ. അതന്നെ അതൊരു പോയി. കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഗെയിമിൽ നോക്കാം. ഓക്കെ, ഹലോ, എന്താ പേര്? ധ്വനി. അപ്പൊ മത്സരം എന്താന്ന് കണ്ടില്ലേ? നമുക്ക് മത്സരിച്ചാലോ? പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഒന്നിങ്ങനെ പിടിച്ചു നോക്കി, ഇങ്ങനെ വെച്ചു നോക്കിയേ. വെച്ച് നോക്കിയേ, ഇങ്ങനെ പൊക്കി പിടിച്ചേ. അങ്ങനെ അവിടുന്ന് പിടിച്ചോണ്ട് ഇവിടെ വരെ വരണം. എന്നിട്ട് ഈ ബോട്ടിൽ ഇടണം. ഓക്കെ ആണോ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പോരട്ടെ. കുഴപ്പമില്ല. നല്ലൊരു കൈഡ് കൊടുക്കാം. നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോട്ടിലിടണം. കുഴപ്പമില്ല. സാരില്ല. അതന്നെ. കുഴപ്പമില്ല, സാരില്ല. നമുക്ക് അടുത്തെടുക്കാം. ഓടിപ്പോയിട്ട് എടുത്തിട്ട് വാ. 90 സെക്കൻഡ്സ് ആണ് നമ്മുടെ സമയം. പോരട്ടെ. 5 4 3 2 1. സാരമില്ല, പോട്ടെ. ഇനി ആർക്കാണ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം? ഓക്കെ, എന്താ പേര്? ജിത്തു. ഓക്കെ, ജിത്തു ഇവിടെ വർക്ക് ചെയ്യുവാണോ അതോ?
വൈഫിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നു. വൈഫിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് വന്നു. ഓണത്തിന്റെ ഡ്രസ്സാണോ? ഓണക്കോടിയാണോ? ഓണക്കോടി. സർപ്രൈസ് ആയിട്ട് എടുക്കാൻ വന്നതാണോ? സർപ്രൈസ് നല്ല കൂടി ഓക്കെ, ശരി. അപ്പൊ മത്സരം എന്താന്ന് കണ്ടില്ലേ? റെഡിയാണ്. ഈ മീശ ഒരു ടാസ്ക് ആവോ? ഇവിടെ കുറേ പേര് വന്നിട്ട് മീശ ടാസ്ക് ആയിട്ട് പോയിണ്ടായിരുന്നു. മീശ ടാസ്ക് ആവോ? ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് ട്രൈ ആണ് വലുത്. Your time starts now. യെസ്. പറ്റും. പതിയെ വന്നാൽ മതി കേട്ടോ. കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം വെച്ചപ്പോൾ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ വെച്ച് വന്നാൽ മതി. ആ, പതുക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത്. അടിപൊളി, ഞങ്ങൾ പറഞ്ഞില്ലേ? പറ്റുന്നില്ല. ട്രൈ ചെയ്യോ, കുഴപ്പമില്ല. ആ, യെസ്. നേരത്തെ വെച്ച പോലെ തന്നെ. ആ, യെസ്. കുഴപ്പമില്ല. അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിക്കോട്ടെ. യെസ്. 5 4 3 2 1 0. വെക്കുമ്പോ സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് അല്ലേ? അത് ഇവിടെ വന്ന 2-3 പേർക്ക്, കുറച്ച് പേർക്ക് അത് തന്നെയാ പറ്റിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, വി അണ്ടർസ്റ്റാൻഡ്. കുഴപ്പമില്ല. ഓക്കെ, ശരി. വൈഫിന്റെ പേരെന്താ? അന്ന ഉണ്ടോ ഇവിടെ? എന്നെ വിളിക്കുന്നോ ഇങ്ങോട്ട്? അന്ന വാ. അങ്ങോട്ട് കേറി വരുന്നത് തന്നെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 മാസമായിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ ശരിയാക്കാം. ചിത്തു, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അന്നേനെ കുറിച്ച് ഈ 6 മാസം മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് 5 കാര്യം പറ. 5 എണ്ണം പറയണം. കെയറിംഗ് ആണ്, ലവിംഗ് ആണ്. ആ കെയറിംഗും ലവിംഗ് ഒക്കെ ഒന്നാ? അമ്മടാ, വേറെ വാക്ക് മാറ്റി പറഞ്ഞൊക്കെ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കെയറിംഗും ലവിംഗും ഒന്ന്. ആ, അല്ല, പിന്നെ ആള് ഭയങ്കര റെസ്പെക്ട്. നമുക്ക് എന്ത് കാര്യത്തിന്റെ ഒരു തീരുമാനം എടുക്കാനൊക്കെ ആണെങ്കിലേ ആള് ഈക്വൽ ആയിട്ടുള്ള ഒരു തീരുമാനം പറയാനൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, നല്ല മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട്. ആൻഡ് 3 2 എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഭയങ്കര നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ എന്ത് കാര്യത്തിനായാലും ആള് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മളിവിടെ. ഈ പൊതുവെ ഹസ്ബൻഡ്സ് പറഞ്ഞ് മുങ്ങുന്ന ഒരു കാര്യമാണ്, എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. എന്താണ് ഈ എല്ലാ ക്വാളിറ്റി? ഞങ്ങൾക്കറിയില്ല, ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്താ ക്വാളിറ്റി എന്താന്ന്. പോട്ടെ, എന്നെ പറ ജിത്തുവിനെ കുറിച്ചുള്ള ഒരു 5. ഇപ്പൊ കേട്ടോ? ആ, പറഞ്ഞ് നാണിച്ച് തല താഴ്ത്തും ജിത്തു. പറയൂ എന്ന ഒരു 5 ക്വാളിറ്റി. നാണം കെടുത്തരുത്, 5 എണ്ണം പറയണം കേട്ടോ. ഇതുപോലെ തന്നെ കെയറിംഗ് ആണ്. ആ, പിന്നെ എല്ലാ കാര്യത്തിലും നല്ല ക്ഷമയും ഒക്കെ ഉള്ള ആളാണ്. ക്ഷമയുള്ള ആളാണ്. എന്റെ നല്ല ഭയങ്കര ക്ഷമയായോണ്ട് ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ തല്ലുപിടിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, ആ ക്ഷമയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? തല്ലുപിടിക്കാൻ നേരത്ത് നല്ല ക്ഷമയാണ്. സൈലന്റ് ആണ്. ആ, അതുപോലെ ആള് ടീച്ചറാണ്. അതൊരു പോസിറ്റീവ് ക്വാളിറ്റി ആണ്. അല്ല, അപ്പൊ അതില് ഭയങ്കര ഉത്തരവാദിത്തം, ആ ഒരു രീതിയിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. ആ, ഒരെണ്ണം കൂടെ ഉണ്ട്. വെറൈറ്റി. ഇത്രയും 4 എണ്ണം പറഞ്ഞത് വെറൈറ്റി ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടു പഠിക്കി. ആ, 5ാമത്തെയും കൂടെ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞൊപ്പിച്ചാൽ നമുക്ക് തീർക്കാം. ലവിംഗും കെയറിംഗൊന്നുമില്ല, അതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും റെസ്പെക്ട്. ആ, അതെനിക്ക് മനസ്സിലായി. ശരി, എന്നാ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പം അറേഞ്ച് മാരേജ് ആണല്ലോ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അറേഞ്ച് മാരേജ് ചെയ്യുന്നവര് കല്യാണത്തിന് ശേഷം പ്രണയിക്കുന്നവരാണെന്ന്. ലവ് മാരേജ് ചെയ്യുമ്പോൾ നേരത്തെ പ്രണയിച്ച് പിന്നെ കല്യാണം കഴിച്ച് പിന്നെ പ്രണയം അങ്ങനെ ഇങ്ങനെ. പക്ഷെ അറേഞ്ച് മാരേജ് ചെയ്യുന്നവർ കല്യാണത്തിന് ശേഷമാണ് പ്രണയിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആരാ? അതെപ്പോന്നൊക്കെ എന്നെ. ആ, രണ്ടുപേരും റൊമാൻറ്റിക്. അതെന്താ എന്നയ്ക്ക് എല്ലാ കാര്യത്തിലും ജിത്തുവിനെ കൂട്ട് വേണോ? അല്ല, ജിത്തു പറഞ്ഞ എന്നെയാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് എന്ന്. ഇതുവരെ എന്നെ റൊമാൻറ്റിക് ആയിട്ട് ചെയ്ത ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ചെയ്തൊരു കാര്യം പറയോ ജിത്തു? സർപ്രൈസുകൾ തന്നിട്ടോ അങ്ങനെ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? എന്നെയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക്. സർപ്രൈസിന്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് ആള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗിഫ്റ്റ് ആയിട്ട് രാവിലെ വന്ന് ഒരു സർപ്രൈസ് പോലെ ഇടുന്ന ഡ്രസ്സും കേക്കൊക്കെ ആയിട്ട് വന്ന് ഒരു സർപ്രൈസ് രാവിലെ വന്ന് തന്നു. അപ്പൊ സർപ്രൈസ് ആയി. സന്തോഷം. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആളങ്ങനെ വീടിന്റെ പുറത്തേക്ക് അങ്ങനെ ഒറ്റയ്ക്കൊന്നും വരാത്തൊരാളാണ്. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് തന്നു, സർപ്രൈസ് പോലെ ആയിട്ട് തന്നു. അപ്പൊ തിരിച്ച് സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാ? എന്റെ ബർത്ത്ഡേ വരുന്നതേ ഉള്ളൂ. അല്ല, അത് കല്യാണത്തിന് മുമ്പായിരുന്നു. ഓ, കല്യാണത്തിന് മുമ്പ്. ഇനി അടുത്ത വർഷം ടൈം ഉണ്ട് കേട്ടോ. അന്ന് എന്നെ വിളിച്ചിട്ട് പറയണം സർപ്രൈസ് തന്നോ ഇല്ല എന്നുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ 6 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് സ്നേഹത്തോടെ കേട്ടോ. ശരി, അപ്പൊ എന്തായാലും കഷ്ടപ്പെട്ട ഒരു സ്ട്രോ ഇട്ടതല്ലേ, ഒരു സമ്മാനം തരട്ടെ.
ആ ഓക്കെ, അപ്പൊ സമ്മാനം വരട്ടെ. അപ്പൊ നമ്മുടെ സ്ട്രോയുടെ ഈ മത്സരത്തില് കുറെ പാർട്ടിസിപ്പൻസ് ഇവിടെ മത്സരിക്കാൻ വന്നു. 2 പേരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോ നമ്മുടെ ബോട്ടിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ 2 പേർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. ഇവരിവിടെ ഉള്ള സ്ഥിതിക്ക് അത് ഇവർക്ക് തന്നെ കൊടുക്കാം. റെഡിയാണോ? കുറേ സമ്മാനങ്ങളുണ്ട്. സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന സമ്മാനം. അപ്പോൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾ കുറേ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാപ്പി ഷോപ്പിംഗ് കേട്ടോ. നല്ലൊരു ഓണാവട്ടെ. ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇനിയും ഒരുപാട് നാൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു. ബദ്രിനാഥ്, 6 സ്ട്രോസ് ആയിരുന്നു ബോട്ടിലിനുള്ളിൽ ആക്കിയിട്ടുള്ളത് അല്ലേ? അപ്പൊ സമ്മാനം വേണ്ടേ? ഏറ്റവും കൂടുതൽ സ്ട്രോസ് ഇട്ടേക്കുന്ന ബദ്രിനാഥാണ്. സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന സമ്മാനം. ദിസ് ഇസ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ. നല്ലോണം ഉണ്ടോണം. co-powered by അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. Special partner TTK Prestige, GRB Ghee and Prill.